ആക്സിഡൻറ്റ് ഉണ്ടായി വീഴുകയോ ചെയ്തു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ തലേന്ന് തെറിച്ച് പോകാൻ പോകുന്നത് നമ്മുടെ ഹെൽമെറ്റ് ആയിരിക്കും. ഇതാ ഈ ഡബിൾ ഡീറിംഗ് എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെൽമെറ്റ് ലോക്കിംഗ് മെക്കാനിസമാണ്. അതുകൊണ്ടാണ് ലോകത്തെ എല്ലാ റേസ് ട്രാക്കുകളിലും ഈ ഒരു ഡബിൾ ഡീറിംഗ് ഉള്ള ഹെൽമെറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റേസിന് ഇറങ്ങാനോ അല്ലെങ്കിൽ ട്രാക്കിൽ ഓടിക്കാനോ സാധിക്കില്ല. എങ്ങനെയാണ് ഈ ഒരു ഡബിൾ ഡീറിംഗ് ഇത്രയ്ക്ക് സേഫ് ആവുന്നത്, ഇതെങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യമായിട്ട് നമ്മൾ ഹെൽമെറ്റ് എടുക്കുക, നന്നായിട്ട് പാഡിങ് ഇങ്ങനെ വിടർത്തി പിടിക്കുക, നമ്മുടെ തലയിലേക്ക് വെക്കുക. ഇവിടം വരെ എല്ലാ ഹെൽമെറ്റിൻ്റെയും സെയിം പ്രൊസീജിയർ തന്നെയാണ്. നമുക്കിവിടെ ഒരു ലോങ് സ്ട്രാപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാ ഈ കാണുന്നതാണ് ഡീറിങ്സ്. ഇത് 2 ഡീറിങ്സ് ഉള്ളതുകൊണ്ടാണ് ഇതിനെ ഡബിൾ ഡീറിങ് ഹെൽമെറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രാപ്പ് നമ്മൾ നമ്മുടെ റൈറ്റ് ഹാൻഡിൽ ഇങ്ങനെ എടുത്തിട്ട് ഈ 2 ഡീറിങ്സിനെ ഒരുപോലെ പിടിച്ചിട്ട് ഇതിനുള്ളിലൂടെ ഇങ്ങനെ കടത്തി വിടും. കണ്ടില്ലേ? സോ ഇതിപ്പോൾ ഒരു നോർമൽ മെക്കാനിസമാണ്. നമ്മളിങ്ങനെ വലിച്ചാലും ഇത് തിരിച്ചു വരും. പക്ഷേ കളി മാറുന്നത് ഇവിടെ മുതലാണ്. സോ ഇതിനെ രണ്ടിനെ നമ്മളിങ്ങനെ എടുത്ത ശേഷം ഈ കാണുന്ന ചുമന്ന റിബണില്ലേ, ഇതിലിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഒരു ഡീറിങ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അതായത് 2 എണ്ണം ഇങ്ങനെ അകത്തി പിടിച്ച് ഒരെണ്ണത്തിനുള്ളിലൂടെ ഇങ്ങനെ തിരിച്ച് കടത്തി വിടുക. ഇപ്പോഴാണ് ഒരു ഡബിൾ ഡീറിങ് കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു ലോക്കിലേക്ക് മാറിയത്. ഇനി എക്സ്ട്രാ വരുന്ന ഈ ഒരു പോർഷൻ നമുക്ക് ഇവിടെ ബക്കിൾ ചെയ്ത് വെക്കാനായിട്ട് ഇവിടെ ഒരു ചെറിയ ബട്ടണും കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ ഡീറിംഗ് ഹെൽമെറ്റ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് വെയർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഒരു ഇവിടുത്തെ ടൈറ്റ്നെസ് കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനും ഒരു മെത്തേഡുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഈ 2 വിരലില്ല, ഈ 2 വിരലതാ ഇതിനിടയ്ക്കൂടി ഇങ്ങനെ പാസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്മൂത്തായിട്ട് ഈ വിരലിങ്ങനെ കയറ്റി വിടാൻ സാധിക്കണം. എന്നാൽ ഈ വിരൽ ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ സംസാരിക്കണം, അല്ലെങ്കിൽ ഇവിടെ ബ്രീതിങ് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരാൻ പാടില്ല. അങ്ങനെയാണ് നമ്മളിത് പ്രോപ്പറായിട്ട് നമ്മുടെ ഈ ഒരു പോർഷനിൽ ടൈറ്റ് ആയിട്ടാണോ ഇരിക്കുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡബിൾ റിംഗ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല സേഫാണ്. നമ്മൾ എങ്ങനെയൊക്കെ ഹെൽമെറ്റിനെ പിടിച്ചാലും എത്ര ഇമ്പാക്റ്റ് നമ്മുടെ ഹെൽമെറ്റ് കിട്ടിയാലും ഹെൽമെറ്റ് തലേന്ന് ഊരി തെറിച്ച് പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ല എന്നുള്ളത് ഗ്യാരൻറ്റീഡാണ്. അതുകൊണ്ടാണ് ഇത് നമ്മൾ റേസിംഗ് ട്രാക്കിലും മറ്റും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇടുന്നത് നിങ്ങൾ കണ്ടു, ഇനി ഇതെങ്ങനെയാണ് അഴിക്കുന്നതും കൂടെ കണ്ടോളൂ. ആദ്യമേ നമ്മൾ ഈ ഒരു ബട്ടണിൽ ഇതിനെ റിലീസ് ചെയ്യുക. എന്നിട്ട് ഈ കാണുന്ന റെഡ് റിബണിൽ പിടിച്ച് വലിച്ചു കഴിയുമ്പോഴത്തേക്ക് കണ്ടില്ലേ സാധനം തന്നെ ലൂസാവും. പിന്നീട് ജസ്റ്റ് ഇങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ എടുത്ത് നോർമലി അഴിച്ചെടുക്കാം. സോ ഇങ്ങനെയാണ് ഇത് നമ്മൾ അഴിച്ചെടുക്കുന്നത്. ഇനി ആദ്യം ഞാൻ കാണിച്ച പോലെ വെറുതെ ഈ ഒരു ബക്കിൾ മാത്രം ഇട്ട് ഓടിക്കുന്നവർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ കണ്ടോ. സോ ഇങ്ങനെ ഇട്ട എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഇട്ടു ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 50-60 കിലോമീറ്ററിലാണ് നിങ്ങൾ പോകുന്നത് വെച്ചോ. പെട്ടെന്ന് ഫ്രണ്ടിൽ ഒരു പട്ടി ചാടി നമ്മൾ വീഴുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി വീഴുകയോ ചെയ്തു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ തലേന്ന് തെറിച്ച് പോകാൻ പോകുന്നത് നമ്മുടെ ഹെൽമെറ്റ് ആയിരിക്കും. ഇതാ ഇങ്ങനെ ഹെൽമെറ്റ് തലേന്ന് ഈസി ആയിട്ട് തെറിച്ച് പോകും. ഞാനിപ്പോൾ ഈ കൊടുത്ത ഫോഴ്സ് അല്ല നിങ്ങൾ വീഴുമ്പോൾ ഉണ്ടാകുന്നത്, ഇതിലും വലിയ ഫോഴ്സാണ് കിട്ടുന്നത്. ആ ഒരു ഫോഴ്സിൽ സിംപിളി ഈ ഒരു സാധനം നിങ്ങളുടെ തലേന്ന് തെറിച്ച് പോകും. ഈ ഒരു സാധനം വെച്ചതിൻ്റെ ഒരു ഗുണവും നിങ്ങളുടെ തലയ്ക്ക് കിട്ടാൻ പോകുന്നില്ല. ഡയറക്റ്റായിട്ട് തലേന്ന് റോഡിലടിക്കും, നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമാവും.